ഇന്ന പിടിച്ചോ സോർദാറെ. സെൽഫ് സൈഡ് ഗോൾ അടിച്ച പോലെ ഇരിക്കുക. മണി, എല്ലാ പ്രശ്നവും തീരുമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ബോളായി മാറിയിരിക്കുക. ഇനി എന്താണ് ചെയ്യുക? ഞാൻ പോയി ബാറ്റ് എടുത്തോണ്ട് വരാം. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഒന്നും മിണ്ടായിരിക്കുക ഹണി. വേഗം സോർദാറിനെ പിടിക്ക്. സോർദാറെ, മുമ്പിൽ പോസ്റ്റ് ഉണ്ട്, സൂക്ഷിച്ച്. നീല നീല കണ്ണുകൾ, ഈ യെല്ലോ യെല്ലോ മുടികൾ. ഖൗ പറയുന്നതിന് പകരം നീ ബൗഗോന്നാ പറയേണ്ടത്. എങ്കിലേ പാട്ടുകാരനൊന്നും മനസ്സിലാവൂ. എന്റെ ഹണി, ഞാൻ പാടുകയൊന്നുമല്ല. എനിക്ക് വല്ലാത്ത ചുമ പിടിച്ചിരിക്കുകയാണ്. സോർദാറെ, നിനക്ക് കഫം കെട്ടിയിരിക്കുക. അത് നീക്കം ചെയ്താലേ ഇത് ശരിയാവൂ. കഫം നീക്കം ചെയ്യാനായിട്ട് എന്റെ അടുത്തൊരു ഉഗ്രൻ ഐഡിയ ഉണ്ട്. ഇത് വെച്ച് എങ്ങനെയാടാ കഫം എടുക്കുന്നേ? ഇത്രയും വലിയ വീട് വൃത്തിയാക്കാൻ കഴിയുമെങ്കിൽ ഇവന്റെ നെഞ്ചിനകത്തെ കഫവും വൃത്തിയാക്കാൻ പറ്റില്ലേ? വായ്ക്കകത്തിട്ട് ഒരു കറക്ക് കറക്കിയാ മതി. സോർദാറെ, നീ ഗുളി കഴിക്ക്, എല്ലാം ശരിയാവും. വീട്ടിലെ ഗുളികൾ മുഴുവനും തീർന്നു. എന്തായാലും സോർദാറിന്റെ അസുഖം മാറ്റിയെടുത്തേ മതിയാവൂ. ഞാൻ ഖന്ന സാറിന്റെ വീട്ടിൽ പോയി എന്തെങ്കിലും ഗുളിക ഉണ്ടോ നോക്കാം. സംശയമുണ്ടോ? ഖന്ന സാറേ, കഫം പിടിച്ചിരിക്കുകയാണ്. വെട്ടാതെ വിട്ടാൽ നീളും വരല്ലേ നഖം. എനിക്കെന്തായാലും ഇല്ല കഫം. അടികൈ. ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, സോർദാറിന്റെ കാര്യമാ പറഞ്ഞത്. അവന് കഫം പിടിച്ചിരിക്കുകയാണെന്നേ. കഫം മാറ്റിയെടുക്കാനുള്ള എന്തെങ്കിലും ഗുളിക അങ്ങയുടെ പക്കലുണ്ടോ? കൊറോണ കാരണം ലോകം മുഴുവൻ ഭീതി. നീല ബോട്ടിലുണ്ട് ഗുളിക. അതാണ് അതിന്റെ പ്രതിവിധി. അടികൈ. ഒരു കാര്യം നീ എപ്പോഴും മറക്കരുത്. ലൈറ്റ് ബ്ലൂ ബോട്ടിൽ ഒരിക്കലും കൈവെക്കരുത്. അടികൈ. സോർദാറെ, ടെൻഷൻ അടിക്കണ്ട. ദാ ഈ ഗുളിക കഴിക്ക്. ഗുളിക അകത്ത്, നിന്റെ അസുഖം പുറത്ത്. വാവ്, ഇൻട്രസ്റ്റിംഗ് ഷേപ്പ് ആണല്ലോ. സംശയമുണ്ടോ? കൊള്ളാം. ഖന്ന സാറിന്റെ മരുന്ന് കാരണം സോർദാറിന്റെ അസുഖം തീർന്നു. അവന്റെ ചുമ മുഴുവൻ നിന്ന് കഴിഞ്ഞു. സംശയമുണ്ടോ? എനിക്കെന്താണ് ചുമക്കാൻ തോന്നുന്നില്ല. പക്ഷേ നന്ദി, നീ പോപ്പട്ടിനോട് പറയണം. ഇതൊക്കെ അവൻ കാരണ. എന്നാൽ എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. എടാ പോപ്പട്ടെ, നീ എന്താടാ ഇവന് കൊടുത്തത്? ഞാൻ കൊടുത്തത് ഗുളിക മാത്രമാണ്. സംശയമുണ്ടോ? എനിക്ക് ഇവനെ കണ്ടിട്ട് വല്ലാതെ പേടിയാവുന്നു. നീ അതിഞ്ഞ് തന്നേ. പോപ്പട്ടെ, ഗുളിയുടെ ഷേപ്പ് ഏതായിരുന്നു? ഡംബൽസിന്റെ ഷേപ്പിലുള്ള ഗുളിയായിരുന്നു. അത് ശരി. ഈ ഗുളിക കഴിച്ചത് കാരണം സോർദാർ ഇപ്പോ ഡംബല് പോലെയായി. ഡംബൽ ഷേപ്പിലുള്ള ഗുളിക കഴിച്ചോണ്ടല്ലേ ഇവൻ ഇപ്പൊ ഇങ്ങനെയായത്. ബലൂൺ ഷേപ്പിലുള്ള ഗുളിക കൊടുക്ക്. അവനപ്പോ പറന്ന് നടക്കും. അടിപൊളി. അല്ലേ, അവൻ എവിടെ പോയി? ഞാൻ ഇവിടെ ഉണ്ട്. എടാ, സോർദാർ ബലൂൺ ആയിരിക്കാണ്. സംശയമുണ്ടോ?
എടാ വേഗം പിടിക്ക്. എടാ കഴുതേ, എന്നെയല്ല സോർദാറിനെ പിടിക്ക്. ഞാൻ പിടിച്ചേ. ഹൈ. പോപ്പട്ടെ, വേഗം പോയി നൂല് കൊണ്ടുവാ, വേഗം. ആ നല്ല ഐഡിയ തന്നെയാണ് കൊച്ചളിയ. സോർദാറിനെ നമുക്ക് പട്ടമാക്കാം. നല്ല രസമായിരിക്കും. പട്ടം പറത്തിട്ട് കാലം കുറെ ആയല്ലോ. ഇത് പട്ടം പറപ്പിക്കാനുള്ള സമയമല്ല. വേഗം കാലിക്കേറ്റ നൂല്. ഇനിയിപ്പോ എന്താ ചെയ്യാ? കൊച്ചളിയ, സോർദാറിന്റെ വയറ്റിൽ സൂചിയിട്ട് കുത്തിയ അവന്റെ വയറ്റിലുള്ള കാറ്റൊക്കെ പുറത്തു പോവും. ഇതിനകത്തുനിന്ന് വേറെ എന്തെങ്കിലും ഗുളിക എടുക്കാം. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. പക്ഷെ ഗുളിക വഴി എങ്ങനെയാ വഴി ഉണ്ടാവുക? വഴിയാണെങ്കിൽ ഈ വഴിയല്ലേ ഉള്ളത്? നീ അല്പസമയത്തേക്ക് നിന്റെ വായൊന്ന് അടച്ചു വെച്ചെല്ലാം നോക്കി നിൽക്കേ. എടാ ബണ്ണി, സോർദാറിന് മുമ്പ് ഹണിക്ക് വേണ്ടി ബുദ്ധി വളരുന്ന എന്തെങ്കിലും ഗുളിക ഉണ്ടോ നോക്ക്. സംശയമുണ്ടോ? എടാ ബണ്ണി, ബണി. ഒരു മിനിറ്റ് സോർദാറെ, നീ ഒന്ന് വെയിറ്റ് ചെയ്യ. എടാ ഇങ്ങോട്ടൊന്ന് നോക്ക്. എടാടാ പിടിക്കടാ അവനെ, വേഗം പിടിക്കേ. എടാ ഹണി, അവൻ പറന്നു പോയപ്പോ നീ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലേ? നീ എന്താടാ ഞങ്ങളോട് പറയാഞ്ഞത്? നീയല്ല എന്നോട് പറഞ്ഞത് വായ അടച്ചോണ്ട് മിണ്ടാതെ നോക്കി നിൽക്കാൻ. അതുകൊണ്ടാണ് ഞാൻ നോക്കി നിന്നത്. പിടിക്കേ. എടാ പോപ്പട്ടെ, നീ വേഗം പോയി സോർദാറിനെ പിടിക്കേ. സൂക്ഷിച്ച് പോപ്പട്ട്. എടാ യവും മാത്രമല്ല പറക്കുന്നേ, നമ്മളെ കൂടി പറപ്പിക്കുക. ഉടൻ തന്നെ വേറെ ഏതെങ്കിലും ഗുളിയെ അവനെ കൊണ്ട് കഴിപ്പിക്കണം. എന്തായാലും ഇത് വെച്ച് കാര്യം സാധിക്കാം. ഇന്ന പിടിച്ചോ സോർദാറെ. എന്താണ് ഇത്? സെൽഫ് സൈഡ് ഗോൾ അടിച്ച പോലെ ഇരിക്കുക. ബണ്ണി, എല്ലാ പ്രശ്നവും തീരുമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ ഞാൻ ബോളായി മാറിയിരിക്കുക. ഇനി എന്താണ് ചെയ്യുക? ഞാൻ പോയി ബാറ്റ് എടുത്തോണ്ട് വരാം. നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഒന്ന് മിണ്ടായിരിക്കും ഹണി, വേഗം സോർദാറിനെ പിടിക്ക്. സോർദാറെ, മുമ്പിൽ പോസ്റ്റ് ഉണ്ട്, സൂക്ഷിച്ച്. Thank you. എടാ സൂക്ഷിച്ച്. ഈ നേതാവിനെയാണോ കണി കണ്ടത്? ദിവസം മുഴുവൻ 8ന്റെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പട്ടെ, ഇതെന്തായാലും വലിയ അപകടമാണ്. ഇവനെ മറ്റൊരു ഗുളിക കഴിപ്പിക്ക്. എടാ പോപ്പട്ടെ, നീ ഇവന് എന്ത് ഗുളികയാടാ കൊടുത്തേ? അറിയില്ല, അതിനൊരു പേപ്പറിന്റെ ഷേപ്പായിരുന്നു.
ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇവനിപ്പോ പ്ലേറ്റ് പോലെ ആയല്ലോ. പ്ലേറ്റ് ആയെങ്കിൽ ആർക്കെങ്കിലും ഈ പ്ലേറ്റ് വിറ്റ് നമുക്ക് കാശുണ്ടാക്കാം. ഇത് പ്ലേറ്റ് അല്ല, കണ്ടിട്ട് കാർപ്പറ്റ് പോലെയുണ്ട്. നമുക്ക് ഉടൻ തന്നെ കന്നാസാറിന്റെ വീട്ടിലേക്ക് പോയാലോ? ഇതിനുള്ള മറുമരുന്ന് കന്നാസാറിന്റെ കയ്യിൽ കാണും. വേഗം വാ. ഓ, ഓ. ആ. കന്ന സാറേ, അങ്ങ് എന്താണ് അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? ഏ? ഏ? അളിയന്റെ പടക്ക കമ്പനി കത്തിപ്പോയി. എന്റെ നീല നിറത്തിലുള്ള ബോട്ടിൽ കാണാതെ പോയി. ഓ, അടികൈ. നിങ്ങൾ അന്വേഷിക്കുന്നത് എന്തായാലും ഇതല്ലല്ലോ. ആ അതെ, എടാ ഇത് തന്നെയാണ്, ഇത് തന്നെയാ. ഇതിലെ ഗുളിക കഴിച്ചു കാരണം ഞങ്ങളുടെ സുഹൃത്ത് ഇപ്പൊ കാർപ്പറ്റ് പോലായി. സംശയമുണ്ടോ? എടാ കുട്ടികളെ, ആ ഗുളിക ഞാൻ എന്റെ എക്സ്പെരിമെന്റിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണ്. ആ എത്തിക്കഴിഞ്ഞല്ലോ, പേടിക്കണ്ട, എല്ലാം ശരിയാക്കാം. ഇവൻ കഴിക്കേണ്ട ഗുളിക ഇനി ഇതാണ്. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ സോർദാർ പഴയതുപോലെ തന്നെ ആയിക്കോളും. എന്നാ? അടിച്ചു പൊളിച്ചു തിമിർത്തു. സോർദാർ ഇപ്പൊ എന്തായാലും പഴയതുപോലെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ ഹണി ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് വിറ്റുവിനെ കാശാക്കുമായിരുന്നു. സംശയമുണ്ടോ? ഇനി അവനെ വിറ്റാൽ അവനെ ആരും വാങ്ങാൻ പോകുന്നില്ല. ആകാശത്തിലൂടെ പറന്നടക്കും പറക്കും തളിയാ. എന്തായാലും വന്നതല്ലേ, ഇനി നീ കഴിച്ചിട്ട് പോ കപത്തിനുള്ള ഗുളിക. അടികൈ. വേണ്ട.